നിങ്ങളുടെ കുട്ടിക്കാലം 1990-കളിലായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും സുഹൈബ് ഇലിയാസി എന്ന പേര് ഓർമ്മ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡ് അല്ലെങ്കിൽ ഫുജിറ്റീവ് ദ മോസ്റ്റ് വാണ്ടഡ് എന്ന പേരിൽ ദൂരദർശനിലൊക്കെ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു ക്രൈം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതെങ്കിലും ചിലർക്ക് ഓർമ്മ കണ്ടേക്കാം. ഈ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യുന്നത് 1998 തൊട്ട് 2000 വരെയാണ്. ആ ഒരു സമയത്ത് ഒരുപാട് ടി പ്രസന്റേഴ്സ് ഒന്നുമില്ല. ഉള്ള ടി പ്രസന്റേഴ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിരുന്നു സുഹൈബ് ഇലിയാസി. പക്ഷേ ഇങ്ങനെ പ്രശസ്തിയുടെ പീക്കിൽ നിൽക്കുമ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിക്കുന്നത്. ആ ദുരന്തം അദ്ദേഹത്തിനെ തീഹാർ ജയിലിൽ വരെ കൊണ്ടെത്തിക്കും. അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നത്. സുഹൈബ് ഇലിയാസി ഈ പ്രോഗ്രാം ആദ്യം തുടങ്ങുന്നത് CTVയിലാണ്. അന്ന് ഇതിന്റെ പേര് ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡ് എന്നാണ്. അത് പിന്നീട് ദൂരദർശനിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ പേര് മാറുന്നുണ്ട് ഫുജിറ്റീവ് ദ മോസ്റ്റ് വാണ്ടഡ്. അതിന്റെ ഒരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ക്രൈംസ് ഒക്കെ ചെയ്ത് പിടിക്കപ്പെടാൻ നടക്കുന്ന പിടികെട്ടാപ്പുള്ളികളെ പറ്റിയുള്ള ഡീറ്റെയിൽസും അവരുടെ ക്രൈമിന്റെ ഡീറ്റെയിൽസും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇതുവഴി ജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ അറിയിക്കാൻ പറ്റും. അതുവഴി പോലീസിനെ അറിയിക്കാൻ പറ്റും. ഈ ലഭിക്കുന്ന സൂചനകൾ വെച്ച് പോലീസിനെ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു ആ പ്രോഗ്രാമിന്റെ മെയിൻ കൺസെപ്റ്റ്. അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കാസ് മോസ്റ്റ് വാണ്ടഡിന്റെ ആ ഒരു ഫോർമാറ്റ് തന്നെയായിരുന്നു ഈ പരിപാടി. 135ഓളം ക്രിമിനൽസിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഈ പരിപാടിക്ക് സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്, എന്നാണ് ഈ വിക്കിപീഡിയയിൽ പറയുന്നത്. ഈ പ്രോഗ്രാമിനെ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ ഒരു ആസ്വാദന നിലവാരത്തിൽ ഉയർത്തുന്ന 2 ഫാക്ടേഴ്സാണ് അതിനുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തേത് മുന്നേ പറഞ്ഞ ഈ ക്രൈമുകളിൽ അത് വളരെ ബാഡ്ലി ആക്ടഡ് ആയിട്ട് അവരത് റീക്രിയേറ്റ് ചെയ്യും. വളരെ മോശം ആക്ടേഴ്സ് ആണ് അവർ മിക്കവാറും ഉപയോഗിക്കുന്നത്. അത് ഈ പ്രോഗ്രാമിനെ മിക്കവാറും അൺഇന്റൻഷനലി ഫണ്ണി ആക്കി മാറ്റാറുണ്ട്. അത് ആ സംഭവത്തിന്റെ സീരിയസ്നെസ്സിനെ കളയുമെങ്കിലും അത് എന്റർടൈൻമെന്റ് വാല്യൂ ആക്ച്വലി കൂട്ടുകയാണ് ചെയ്തത്. അടുത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ അതിന്റെ അവതാരകനും പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ടുള്ള സുഹൈബ് ഇലിയാസി എന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ അവതരണ രീതി വളരെ രസമായിരുന്നു. ഫുൾ ഓഫ് എനർജിയാണ്. इंडियाज़ मोस्ट वांटेड दिल्ली के हमारे स्टूडियोज में आप सभी हजरात का खैर मकदम करता है. आई एम सुहैब इलियासी, योर होस्ट. അദ്ദേഹത്തിന്റെ ഒരു രീതിയുണ്ട്. സ്റ്റുഡിയോയുടെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ സ്പീഡിൽ നടന്ന് ക്യാമറ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ക്രൈമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം ചില സമയത്തെങ്കിലും ഈ ക്രിമിനൽസിനെയൊക്കെ അദ്ദേഹത്തിന്റെ എപ്പിസോഡിലുള്ള ക്രിമിനൽസിനെയൊക്കെ ഡയറക്ട്ലി അഡ്രസ് ചെയ്യും. ചില സമയത്ത് ഭീഷണിപ്പെടുത്തും. ചിലപ്പം നിങ്ങൾ ഇപ്പോൾ കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാമെന്ന പോലുള്ള ഓഫറുകൾ പോലും വയ്ക്കും അദ്ദേഹം. अगर तुम चाहो तो तुम्हारे सरेंडर के सिलसिले में इंडियाज़ मोस्ट वांटेड तुम्हारी मदद कर सकता है. അതിനൊരു ക്യാച്ച് ഫ്രേസ് ഉണ്ടായിരുന്നു, ഇന്ത്യ ഫൈറ്റ്സ് ബാക്ക്. 1966 ഹരിയാനയിലാണ് സുഹൈബ് ഇലിയാസ് ജനിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അത്യാവശ്യം പൊളിറ്റിക്കൽ കോൺടാക്ട്സ് ഒക്കെ ഉള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയ കോളേജിലാണ്. അവിടെ പഠിക്കുമ്പോഴാണ് അദ്ദേഹം തന്റെ ഫ്യൂച്ചർ വധുവായിട്ടുള്ള അഞ്ജുവിനെ പരിചയപ്പെടുന്നത് 1989. അവർ നമ്മൾ ഉടനെ തന്നെ പ്രേമത്തിലാവുന്നു. ഇലിയാസി 1991 ലണ്ടനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ ഏഷ്യ TV എന്ന് പറഞ്ഞൊരു ചാനലിന്റെ ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് അഞ്ജുവിന്റെയും ഇലിയാസിയുടെയും ബന്ധം അവരുടെ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും 2 മതമായതുകൊണ്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. പക്ഷെ അവർ ലണ്ടനിൽ വെച്ച് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കുകയാണ്. ഈ കല്യാണം നടക്കുന്നത് 1993-ലാണ്. 1994 അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീർന്നു. അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അഞ്ജു തിരിച്ച് ലണ്ടനിലേക്ക് പോകുന്നുണ്ട്. അവിടെ അഞ്ജുവിന്റെ ബ്രദറിന്റെ കൂടെ സ്റ്റേ ചെയ്യുന്നു. അവർ ആ സമയത്ത് ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. ഇതിനെതിരെ അഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നതിനായിട്ട് ഇലിയാസി ലണ്ടനിലേക്ക് പോകുന്നു. ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് താമസിച്ചു തുടങ്ങുന്നു. ലൈഫ് അത്യാവശ്യം സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അവർക്ക് അവിടെ വെച്ചൊരു പെൺകുഞ്ഞ് ജനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വൈകുന്നേരം അവരവരുടെ ഫ്ലാറ്റിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവരുടെ TVയിൽ DBCയിലെ ക്രൈം വാച്ച് എന്നൊരു പരിപാടി വരുന്നത്. അതിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡിന്റെ സെയിം സ്ട്രക്ചറാണ്. ഇത് കാണുമ്പോഴത്തേക്കാണ് അവർക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നത്, എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ ചെയ്തുകൂടാ. ഈ ഐഡിയ ആദ്യം കൺസെപ്റ്റലൈസ് ചെയ്തത് അഞ്ജു ആണെന്നാണ് ചില സോഴ്സുകൾ പറയുന്നത്. അവർ ഈ ഐഡിയ ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നീട് ഇന്ത്യയിലെ ചാനലുകളെ കാണിക്കാൻ വേണ്ടി ഒരു പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തു. ആ പൈലറ്റ് എപ്പിസോഡിൽ പരിപാടി പ്രസന്റ് ചെയ്യുന്നത് അഞ്ജുവാണ്. 1995 അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഈ കൺസെപ്റ്റ് ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും വലിയ ചാനലായ ദൂരദർശനിൽ അവതരിപ്പിക്കുന്നു. ആ പ്രപ്പോസലും ആ പൈലറ്റ് വീഡിയോയും ഒരു 3 കൊല്ലം പൊടി പിടിച്ച് ദൂരദർശൻ കേന്ദ്രത്തിലെ ഒരു ഷെൽഫിലിരുന്നു. അവരിൽ നിന്നും ഒരു റെസ്പോൺസും കിട്ടാതാകുമ്പോഴത്തേക്ക് ഇലിയാസി ഈ സെയിം പ്രപ്പോസൽ സ്റ്റാർ പ്ലസിന് സമർപ്പിക്കുകയാണ്. അവരും ഇതിന് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നത്. എന്നിട്ടാണ് അദ്ദേഹം CTVയിലേക്ക് പോകുന്നത്. അവർ ഈ കൺസെപ്റ്റ് വായിച്ചു നോക്കി, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഫസ്റ്റ് സീസൺ അവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി. പക്ഷേ എപ്പിസോഡിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് അഞ്ജു അല്ല പ്രസന്റ്. എന്തോ ഒരു റീസൺ കൊണ്ട് സുഹൈബ് ഇലിയാസിയാണ് പ്രസന്ററായിട്ട് വരുന്നത്. അങ്ങനെ 1998 മാർച്ച് മാസത്തിലാണ് CTVയിൽ ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ് എന്ന പേരിൽ ഈ സീരീസ് പ്രക്ഷേപണം ആരംഭിക്കുന്നത്. പരിപാടി വൻ ഹിറ്റായി. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് ലെറ്ററുകൾ വന്നു തുടങ്ങി. ഓരോ ക്രിമിനൽസിനെ പറ്റി അവരുടെ ലൊക്കേഷനെ പറ്റിയൊക്കെയുള്ള ടിപ്സുകൾ വന്നു തുടങ്ങി. മാത്രമല്ല അതിന്റെ ഫലമായിട്ട് ആക്ച്വൽ ക്രിമിനൽസിനെയൊക്കെ അറസ്റ്റ് ചെയ്യാനും തുടങ്ങി. ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞ ഈ പരിപാടിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് എപ്പിസോഡ് എയർ ആവുന്നത് ഈ ഒരു സമയത്താണ്. 8 സെപ്റ്റംബർ 1998 ശ്രീപ്രകാശ് ശുക്ല എന്ന് പറഞ്ഞ ഒരു ഗ്യാങ്സ്റ്ററിനെ പറ്റിയുള്ള ഒരു വീഡിയോ അവർ സംപ്രേഷണം ചെയ്യുക. ഈ ശ്രീപ്രകാശ് ശുക്ല വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ, ഒരു കോൺട്രാക്ട് കില്ലറുമായിരുന്നു.
അദ്ദേഹം ഏകദേശം 20 പേരോളം കൊന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ എപ്പിസോഡ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് 2 ആഴ്ചക്കകത്ത് 22 സെപ്റ്റംബറിൽ ശ്രീപ്രകാശ് ശുക്ല ഒരു എൻകൗണ്ടറിൽ കൊല്ലപ്പെടുകയാണ്. ഇതിന്റെ ക്രെഡിറ്റ് സുഹൈബ് ഇലിയാസിയും ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡും സ്വയം ഏറ്റെടുക്കുന്നു. എന്നാൽ UP പോലീസിനെ തള്ളി പറയുന്നുണ്ട്. കാരണം അവരുടെ വർഷങ്ങളുടെ അല്ലെങ്കിൽ മാസങ്ങളുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ എൻകൗണ്ടർ എന്നാണ് UP പോലീസ് പറഞ്ഞത്. പക്ഷെ എന്തായാലും ഈ സംഭവം ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡിന് അന്യായമായിട്ടുള്ള ഒരു ബൂസ്റ്റ് നൽകുകയാണ്. ഇതോടുകൂടി സുഹൈബ് ഇലിയാസി ഒരു ബോണഫൈഡ് സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുകയാണ്. പക്ഷെ സെക്കൻഡ് സീസൺ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സുഹൈബ് ഇലിയാസി CTVയുമായിട്ട് തെറ്റി ദൂരദർശനിൽ വന്ന് ചേരുകയാണ്. പക്ഷെ CTVക്കാണ് ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡ് എന്ന പേരിന്റെ റൈറ്റ്സ് ഉള്ളത്. അതുകൊണ്ട് ദൂരദർശനിൽ സുഹൈബ് ഇലിയാസി പുതിയ പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്ക് അതിന്റെ പേര് ഫ്യൂജിറ്റീവ് ദ മോസ്റ്റ് വാണ്ടഡ് എന്ന പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡുമായിട്ട് എക്സാക്ട്ലി ദ സെയിം ആണ്. അങ്ങനെ 1999 ദൂരദർശനിലെ ഫ്യൂജിറ്റീവ് ദ മോസ്റ്റ് വാണ്ടഡ് ആരംഭിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ പോലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഫ്യൂജിറ്റീവ് ദ മോസ്റ്റ് വാണ്ടഡ് എത്തുന്നത്. ഈ സമയത്ത് CTV ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡ് മനോജ് രഘുവംശി എന്ന് പറഞ്ഞ ഒരു സീനിയർ ജേർണലിസ്റ്റിനെ വെച്ച് കണ്ടിന്യൂ ചെയ്യുക. ഈ മനോജ് രഘുവംശിയെ പറ്റി ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹമാണ് 1990കളിൽ വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ബിട്ട കരാട്ടെ എന്നറിയപ്പെടുന്ന ഒരു കാശ്മീരി ടെററിസ്റ്റുമായിട്ട് ചെയ്തത്. ആ കാശ്മീരി പണ്ഡിതുകളുടെ കൂട്ടപ്പലായനത്തിന്റെ സമയത്ത് 20ഓളം കാശ്മീർ പണ്ഡിത്തുകളെ കൊന്നിട്ടുണ്ട് എന്ന് ബിട്ട കരാട്ടെ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. ഈ ഇന്റർവ്യൂ വളരെ ഇൻഫേമസ് ആയതുകൊണ്ട് തന്നെ കാശ്മീരി ഫയൽസ് എന്ന് പറഞ്ഞ ആ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കുണ്ടായിരുന്ന ആ ഒരു വിവാദത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ പേര് ഒരുപാട് ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഷോ ദൂരദർശനിലോട്ട് പോയത് ഷുഹൈബ് ഇലിയാസി ആക്ച്വലി സഹായിക്കുകയാണ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ CTV വളരെ കുറച്ച് വീഡിയോകൾ മാത്രം കിട്ടുന്ന ഒരു കേബിൾ TV സർവീസ് ആയിരുന്നു. പക്ഷെ ദൂരദർശനിലൂടെ ഷുഹൈബ് ഇലിയാസിയുടെ പേര് ഇന്ത്യ മൊത്തം ഫേമസ് ആവുകയായിരുന്നു. ഷുഹൈബ് ഇലിയാസി തന്റെ കരിയറിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴത്തേക്കും പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ മൂത്തുന്ന സമയത്ത് അഞ്ചു ഇലിയാസിയുമായിട്ട് വഴക്കിട്ടിട്ട് കാനഡയിലുള്ള തന്റെ സിസ്റ്ററിന്റെ അവിടെ പോയി നിൽക്കുന്നുണ്ട് 1999. പിന്നെയും ഇലിയാസി പോയി സംഭവങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി വിളിച്ച് തിരിച്ചുകൊണ്ട് വരിക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് 10th January 2001 ചേരുന്നത്. അന്ന് ഡിന്നറിനൊക്കെ പോയതിനു ശേഷം ന്യൂഡൽഹിയിലുള്ള അവരുടെ പുതിയ വീട്ടിലേക്ക് അവർ തിരിച്ചെത്തുകയാണ്. ആ സമയത്ത് 2 പോലീസുകാർ ആ വീടിന് കാവലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇലിയാസിക്ക് അണ്ടർവേൾഡിൽ നിന്നൊക്കെ ത്രെറ്റ്സ് വരുന്നുണ്ട്, ഭീഷണികൾ വരുന്നുണ്ട്. ഇലിയാസിയും അഞ്ചും വന്ന് കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 11-11:15 ആകുമ്പോഴത്തേക്ക് ഒരു നിലവിൽ കേട്ട് പോലീസുകാർ വീടിന്റെ അകത്തേക്ക് ഓടിയെത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്നത് വയറ്റിൽ കുത്തേറ്റ് കിടക്കുന്ന അഞ്ജുവിനെയാണ്. തന്നോട് വഴക്കിട്ട് കിച്ചണിലോട്ട് പോയ അഞ്ജു അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് സ്വയം കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണ് ഓടിയെത്തിയ പോലീസുകാരോട് ഷുഹൈബ് ഇലിയാസി പറയുന്നത്. അഞ്ജുവിനെ ഉടനെ തന്നെ അടുത്തുള്ള എയിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടെങ്കിലും അവിടെ എത്തിക്കുന്നതിന് മുന്നേ തന്നെ അഞ്ജു മരിക്കുകയാണ്. പോലീസ് ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനും ഫോറൻസിക് എവിഡൻസസ് ശേഖരിക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇങ്ങനെ ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ഫോറൻസിക് എവിഡൻസസിൽ നിന്നും പോലീസ് എത്തിച്ചേരുന്ന നിഗമനം അഞ്ജു ആത്മഹത്യ ചെയ്തത് തന്നെയാണ് എന്നാണ്. അത് അന്നത്തെ മീഡിയയും അഞ്ജുവിന്റെ കുടുംബവും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നത് 2000 ഫെബ്രുവരിയിൽ അഞ്ജുവിന്റെ സിസ്റ്റർ രശ്മി കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കാണ്. വന്നവരുടെ തന്നെ ലക്ഷ്മി ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നുണ്ട്. ഇലിയാസിയുടെയും കുടുംബത്തിന്റെയും സ്ത്രീധന പീഡനമാണ് അഞ്ജുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു ആ കംപ്ലൈന്റിന്റെ ഉള്ളടക്കം. ഈ പരാതി പ്രകാരം 28 മാർച്ച് ഷുഹൈബ് ഇലിയാസിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡൗറി ഡെത്തിന്റെ സെക്ഷൻ 304B IPC സ്ത്രീധന പീഡനത്തിന്റെ സെക്ഷൻ 498A IPC ആണ് ഇലിയാസിക്കെതിരെ ചുമത്തുന്നത്. ഇതിൽ ഈ സെക്ഷൻ 498A IPC അത്യാവശ്യം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു നിയമമാണ്. ഈ സെക്ഷനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇത് പരക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു നിയമമാണെന്ന്. മാർച്ച് 30 ഫ്യൂജിറ്റീവ് ദ മോസ്റ്റ് വാണ്ടഡ് എപ്പിസോഡ് കാണാൻ വേണ്ടി ദൂരദർശനിലേക്ക് ട്യൂൺ ചെയ്ത എന്നെ പോലുള്ള ഫാൻസിനെ കാത്തിരുന്നത് വേറെ ഏതോ പരിപാടിയുടെ റീറൺ ആയിരുന്നു. അന്ന് ഈ പത്രം വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോർട്സ് പേജ് വായന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്കും അതിന്റെ അവതാരകനും എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ്. പിന്നീട് ഇലിയാസിയെ കാത്തിരിക്കുന്നത് ഒരു 18 വർഷത്തെ നിയമ പോരാട്ടമാണ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാനും തന്റെ മകളുടെ കസ്റ്റഡി കിട്ടുവാനും വേണ്ടി ഇലിയാസ് ശ്രമിക്കുമ്പോഴത്തേക്ക് തന്റെ മകളുടെ മരണത്തിന് ഇടയാക്കിയ വ്യക്തിക്ക് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് അഞ്ജുവിന്റെ കുടുംബം ശ്രമിച്ചത്. അഞ്ജുവിന്റെ മരണം ആത്മഹത്യ അല്ലെന്നും ഇലിയാസി അഞ്ജുവിനെ കൊലപ്പെടുത്തിയതാണെന്നും അതുകൊണ്ട് ഇലിയാസിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തണമെന്നും ആവശ്യപ്പെട്ട് ഒരുപാട് തവണ അഞ്ജുവിന്റെ കുടുംബം കോടതിയെ സമീപിക്കുന്നുണ്ട്. അത് ആദ്യമൊക്കെ കോടതി തള്ളിക്കളഞ്ഞെങ്കിലും 2010 ഓഗസ്റ്റില് കോടതി ആ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയും ഇലിയാസിക്കെതിരെ മർഡർ കേസും കൂടെ ആഡ് ചെയ്യാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ റീ ഇൻവെസ്റ്റിഗേഷന്റെയും അതിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെയും റിസൾട്ടായിട്ട് 2017 ഡിസംബർ 20 ഡൽഹി കോർട്ട് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഈ ശിക്ഷ അനുഭവിക്കുന്നതിനായിട്ട് ഇലിയാസിയെ കൊണ്ടുപോകുന്നത് വളരെ ഇൻഫേമസ് ആയിട്ടുള്ള തിഹാർ ജയിലിലേക്കാണ്. ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡിന്റെ സുവർണ്ണ കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച തെളിവുകളിലൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട പല ക്രിമിനൽസും ചെന്ന് അവസാനിച്ചത് തിഹാർ ജയിലിലായിരുന്നു. അതേ ജയിലിലേക്ക് ഒരു കുറ്റവാളിയായി അദ്ദേഹം എത്തുകയായിരുന്നു. എന്നാൽ ഷുഹൈബ് ഇലിയാസിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹം അപ്പീലുകൾക്ക് പൊയ്ക്കൊണ്ടിരുന്നു. 2018 ഒക്ടോബർ 5 ഡൽഹി ഹൈക്കോർട്ട് അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കുക. ഹൈക്കോടതിയുടെ അഭിപ്രായത്തിൽ ഈ പുതിയ തെളിവുകളൊന്നും അദ്ദേഹത്തിന് കുറ്റക്കാരനാക്കാനുള്ള രീതിയിൽ ശക്തമായിരുന്നു. അങ്ങനെ ഒരു 9 മാസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് സ്വതന്ത്രനായി പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ 18 കൊല്ലത്തെ നിയമ പോരാട്ടത്തിന് അവസാനമാവുകയാണ്.
അഞ്ജുവിന്റെ മരണത്തിനും അതുമായി ബന്ധപ്പെട്ടുള്ള ഇലിയാസിന്റെ അറസ്റ്റിന് ശേഷം ഫിജിറ്റീവ് ദ മോസ്റ്റ് വാണ്ടഡിന്റെ ഒരു എപ്പിസോഡ് പോലും ഏറിയിട്ടില്ല. തന്റെ കരിയർ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഷുഹൈബ് ഇലിയാസ് ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അത് മിക്ക സ്ഥലങ്ങളിലും പരാജയമായിരുന്നു. അദ്ദേഹം ശ്രീപ്രകാശ് ശുക്ലയുടെ ലൈഫിനെ ബേസ് ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാങ്സ്റ്ററിന്റെ ലൈഫിനെ ബേസ് ചെയ്ത് ഒരു സിനിമ എടുക്കാൻ ശ്രമിച്ചായിരുന്നു, അദ്ദേഹം നായകനായിട്ടുള്ള. അതും നടന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിന് എന്തെങ്കിലും ഒരു ചെറിയൊരു അനക്കം വരുന്നത് അദ്ദേഹം ഇന്ത്യ ടി വി എന്ന് പറഞ്ഞ ഒരു 3ാം കിട ചാനൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കാണ്. ഇന്ത്യ ടി വിക്ക് വേണ്ടി അദ്ദേഹം അന്ന് നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ അന്ന് അദ്ദേഹത്തിന് കുറച്ച് മീഡിയ പബ്ലിസിറ്റി കയറി കൊടുത്തായിരുന്നു. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും, 2005 സമയത്ത് ശക്തി കപൂർ എന്ന് പറഞ്ഞ ഹിന്ദി നടൻ, നമ്മൾ ഈ ശ്രദ്ധ കപൂറിന്റെ അച്ഛൻ, ഒരു കാസ്റ്റിംഗ് കൗച്ച് വിവാദത്തിൽപ്പെട്ടായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ സമീപിച്ച ഒരു അണ്ടർ കവർ ജേർണലിസ്റ്റിനോട് തന്നോട് സഹകരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാന്ന് പറയുന്നതും, പിന്നെ ഐശ്വര്യ റായ് പോലുള്ള നടിമാര് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഫീൽഡിൽ എത്തിയെന്ന് പറയുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നായിരുന്നു, ഇന്ത്യ ടി വി പുറത്തു വിട്ടായിരുന്നു. അതിന്റെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഷുഹൈബ് ഇലിയാസ് ആയിരുന്നു. അത് അന്ന് കുറച്ച് വിവാദം ഉണ്ടാക്കിയെങ്കിലും ഷുഹൈബ് ഇലിയാസിന്റെ കരിയറിന് അത് വലിയ ഉപകാരമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നീട് അദ്ദേഹം ഇന്ത്യസ് മോസ്റ്റ് വാണ്ടഡ് ഇന്ത്യ ടി വി ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതും അമ്പേ പരാജയമാവുക. ഈ കേസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തിൽ അദ്ദേഹം തന്റെ കരിയറിൽ ഒരുപാട് സമയം ചിലവഴിച്ചത് ഈ സെക്ഷൻ 498A മെസ്സേജുകൾ പരത്തുന്നതിനായി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അത് മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സെക്ഷനെതിരെ അദ്ദേഹം ഒരു സിനിമ പിടിക്കുന്നു 2012. 498A ദ വെഡിങ് ഗിഫ്റ്റ് എന്നാണ് ആ സിനിമയുടെ പേര്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ലൈഫിന് ഇൻസ്പയർ ആയിട്ടുള്ള കഥയല്ല ഇത്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് സംഭവിച്ച ഒരു സംഭവത്തെ ബന്ധപ്പെടുത്തിയാണ് ഈ സിനിമ എടുത്തേക്കുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ പടത്തിന്റെ ട്രെയിലറൊക്കെ 2012 പുറത്തു വന്നതാണ്. പക്ഷെ സിനിമ റിലീസാവുന്നത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ്. ഇത് 10 കൊല്ലത്തോളം പെട്ടിയിലിരുന്നതിന് ശേഷം 2021 അത് യൂട്യൂബിൽ ഈ സിനിമ റിലീസാവുന്നത്. അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്, ഷാദി ദഹേജ് ആൻഡ് ഗ്യാങ്സ്റ്റർ എന്നാക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടു നോക്കിയായിരുന്നു, അത്യാവശ്യം കൂറ സിനിമയാണ്. ഷുഹൈബ് ഇലിയാസ് പിന്നീട് റീമാരേജ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന്റെ സ്പോട്ട് ലൈറ്റിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വളരെ ക്വയറ്റ് ആയിട്ടൊരു ലൈഫ് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മകളോടൊത്തും ജീവിച്ചു പോവുകയാണ്. Thank you very much for watching India's Most Wanted. Remember, together we can and we will make a difference. Goodbye for now.